ഇപ്പോൾ മന്ത്രിസഭ അധികാരത്തിൽ വന്നു, മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നു. പക്ഷേ നമുക്ക് മന്ത്രിമാരില്ലാത്ത ജില്ലകളുമുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ചില ജില്ലകളിൽ ഈ മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഇല്ലാതായി എന്നാണ് ഇപ്പോൾ പലരും സാമൂഹിക മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പം സാമുദായികവും അതുപോലെ തന്നെ എന്താ പറയുന്നത്, പ്രാദേശികപരമായിട്ടുള്ള ഒരു വീതം വയ്പ് വന്നപ്പോൾ ചില ജില്ലകൾക്ക് ഒന്നിലധികം മന്ത്രിമാരും ചില ജില്ലകൾക്ക് ഇല്ലാതെയായി. ഇപ്പം നമ്മൾ മന്ത്രിമാരെ കണക്കെടുത്ത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് നോക്കും. തിരുവനന്തപുരം ജില്ലയ്ക്ക് എത്ര മന്ത്രിമാരുണ്ട്? കെ മുരളീധരനുണ്ട്, സി പി ജോണുണ്ട്, രണ്ടുപേര്. വേറെ ആരാ ഉള്ളത്? രണ്ടുപേർക്കല്ലേ മന്ത്രിസ്ഥാനം? അത്രേ ഉള്ളൂ. നമ്മൾ കൊല്ലത്തേക്ക് ചെല്ലുമ്പോൾ ഷിബു ബേബി ജോണുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്. സി ആർ മഹേഷിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ്. പി സി വിഷ്ണുനാഥുണ്ട്. അതെ. നമ്മൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമുണ്ട്, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ലിജു ഉണ്ട്. അങ്ങനെ 2 മന്ത്രിയുണ്ട്. എന്നാൽ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഒറ്റയാൾ പോലും ഇല്ല. പത്തനംതിട്ട ജില്ലയിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തിയതാണ്. അതെ, 5-0 എന്ന് നിന്നിടത്താണ് 4-1. ഈ ഒരു സീറ്റ് വേണമെങ്കിൽ ജയിച്ച് എടുക്കാമായിരുന്നു. കോന്നി നിസ്സാര 1800 വോട്ടിനാണ് തോറ്റുപോയത്. എങ്കിൽ പോലും 5-0 എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുമായിരുന്നു. അതുപോലെ തന്നെ വലിയ തൂത്തുവാരി വിജയം നേടിയ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ലയിലും മന്ത്രിമാരില്ല. അത് ഇടുക്കി ശരിക്കും പറഞ്ഞാൽ ഞാനും കരുതിയിരുന്നത് ചിലപ്പോൾ സേനാപതി വേണം ഒരു മന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതിയത്. കാരണം അദ്ദേഹം അവിടെ വലിയൊരു പോരാട്ടം, ലിജുവിനെയൊക്കെ പോലത്തെ ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പോരാട്ടം നടത്തി പലതവണ പരാജയപ്പെട്ട്, പക്ഷേ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പല സമ്മേളനങ്ങളും ശ്രദ്ധ പിടിച്ചു വെച്ച ഒരാളായിരുന്നു. അപ്പോൾ അവൻ മിടുക്കനാണ് ആൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മന്ത്രിയായിട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത്, ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച്. അതേപോലെ അവിടെ ഈ അപ്പു ജോൺ ജോസഫ്, അദ്ദേഹം പി ജെ ജോസഫിൻ്റെ മകൻ, പുള്ളി മന്ത്രിയാകും. 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് ചോദിക്കുമെന്നും അതിൽ ഒരു മന്ത്രി അദ്ദേഹം ആകുമെന്നുമാണ് കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും മന്ത്രിയല്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട്. അതെ. ഇപ്പോൾ അതുപോലെ നമ്മൾ അപ്പം ഈ മികച്ച വിജയം നേടിയ 2 ജില്ലകൾക്ക് ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോഴിക്കോട്ടേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ കോഴിക്കോട്ടുകാർ 2 പേര് മന്ത്രിയായി. പക്ഷേ കോഴിക്കോട്ട് നല്ല സിദ്ദിഖും ഷാജി കോഴിക്കോട്ടാണ് താമസം, കെ എം ഷാജി. സിദ്ദിഖ് അവിടെയാണ്. അതുപോലെ കാസർഗോഡ് ശരിക്കും ഷാജി വയനാട് സ്വദേശിയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പം കോഴിക്കോട്ട് സ്ഥിരതാമസം കാണുമായിരിക്കാം. അപ്പം മന്ത്രിമാരുടെ ധാരാളിത്തമുള്ള ജില്ലകളും ഉണ്ട് ഇല്ലേ? നമ്മുടെ കോട്ടയത്ത് തിരുവഞ്ചൂർ സ്പീക്കറാവും. അതെ, തിരുവഞ്ചൂർ സ്പീക്കറാവും. വേറെ മന്ത്രിയായിട്ട് ആരാണ് അവിടുന്ന് വന്നിരിക്കുന്നത്? കോട്ടയത്ത് തിരുവഞ്ചൂർ സ്പീക്കറാവുന്നു. അതുപോലെ നമ്മൾ പിന്നെ എറണാകുളത്തോട്ട് വന്നാൽ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയുണ്ട്, അബ്ദുൽ ഗഫൂറുണ്ട്. പിന്നെ എറണാകുളത്ത് വേറെ ജയിച്ചിരിക്കുന്നത് അവിടെ 2 പേരുണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, അബ്ദുൽ ഗഫൂറുണ്ട്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറോടെ ഉണ്ട് നമ്മൾ വിട്ടുപോയത്. ആലപ്പുഴയ്ക്ക് ഷാനിമോൾ ഉസ്മാൻ കൂടി വരുന്നുണ്ട്. അതുപോലെ തൃശ്ശൂരിനായിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹമാണ്, ഒ ജെ ജനീഷ്, തൃശ്ശൂരിൻ്റെ പ്രാതിനിധ്യം. അതുപോലെ മലപ്പുറത്ത് ആവശ്യം പോലെ പറയേണ്ട കാര്യമില്ല, ലീഗിന് ആവശ്യം പോലെയുണ്ട്. പാലക്കാട് എങ്ങനെയുണ്ട്? പാലക്കാടിന് പാലക്കാടല്ലേ? പാലക്കാടാണ്. അവിടെ നിന്നാണ് നമ്മുടെ കെ തുളസി ജയിച്ചിരിക്കുന്നത്. ബാക്കി മലപ്പുറത്ത് പിന്നെ നമ്മൾ പറയുകയേ വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ എല്ലാ ജില്ലകൾക്കും മന്ത്രിമാർ വേണം എന്നൊരു നിർബന്ധം, അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ അങ്ങനെ ആവശ്യം ഉണ്ടാകേണ്ടതില്ല. ആ ജില്ലക്കാരൻ തന്നെ മന്ത്രിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവരെല്ലാം മന്ത്രിയായി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും ഒരുപോലെ തന്നെ നോക്കണം. പലരും പറയാറുള്ളത് ഒരു ജില്ലക്കാരൻ മന്ത്രിയായാലും അത് പഴയ കേരള കോൺഗ്രസ്സുകാരുടെ ഒരു രീതിയാണ്. അവർ ജയിച്ച് കഴിയുമ്പോൾ കോട്ടയത്ത് പാല സ്വർഗമാക്കുമോ അല്ലെങ്കിൽ മലപ്പുറത്തെ വലിയ സംഭവമാക്കുമെന്ന് പലപ്പോഴും പല ആരോപണം ഉന്നയിക്കുമ്പോഴും അവരെല്ലാ ജില്ലകളെയും പിന്നെ സ്വന്തം ജില്ലകളായി തന്നെ കാണണം. അതെ, പണ്ട് നമ്മുടെ നെടുമങ്ങാട്ടുകാരനായ കെ ശങ്കരാചരണപിള്ള, അദ്ദേഹം ഗതാഗത മന്ത്രി, തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്നാണ് ജയിച്ചത്. അപ്പോൾ നെടുമങ്ങാടെന്ന് ഒരുപാട് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപാട് വികസന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിലൊരു മര്യാദ കാണിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നെടുമങ്ങാട്ടെ മന്ത്രിയല്ല, ഞാൻ സംസ്ഥാനത്തെ മന്ത്രിയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ പക്ഷേ നെടുമങ്ങാടത്തെ സഹായിച്ചു. പക്ഷേ എല്ലാവരും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും. ഇതിനകത്ത് ഈ UDF ആകുമ്പോൾ തീർച്ചയായിട്ടും സാമുദായിക സംവരണം എന്നുള്ളത് ഒരു പ്രത്യേക ഘടകമാണ്. അത് ഇപ്പം ആ സാമുദായിക ഘടകം കാരണവും
ഈ ജില്ലയുടെ ഒരു ഇതും കാരണമൊക്കെ കോളടിച്ചിരിക്കുന്ന ഒരാളാണ് ഒ ജെ ജനീഷ്. ഒ ജെ ജനീഷ് ശരിക്കും മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറാണ്. ആദ്യമായി കന്നി MLA ആണ്, കന്നി മന്ത്രിയും ആകുന്നുണ്ട്. ഒ ജെ ജനീഷിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ, അത് ഒരുപാട് പേരിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. മാത്രമല്ല അത് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നേരെ മന്ത്രിയാവുകയാണ്. മറ്റു പലരും അങ്ങനെ ആയിട്ടുള്ള സംശയമാണ്. ഇപ്പൊ പിണറായി വിജയൻ മന്ത്രിസഭയിലാണെങ്കിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയായി, പ്രധാനപ്പെട്ട വകുപ്പും കിട്ടി. പക്ഷെ അത് പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ള നിലയിലാണ് അത് കിട്ടിയത്. പക്ഷെ ഒ ജെ ജനീഷിന് ഗോഡ് ഫാദേഴ്സ് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് വന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പിന്നെ ഈഴവ സമുദായ അംഗമാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണം. അങ്ങനെ അത്രയും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയത്. അതെ, ടി എൻ പ്രതാപൻ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ടി എൻ പ്രതാപൻ ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവകാശം ഉന്നയിച്ചാൽ. അതെ, ടി എൻ പ്രതാപൻ ജയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ റോജി എം ജോണോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പുറത്തു പോകേണ്ടി വരും. എന്താണെങ്കിലും മന്ത്രിസഭയ്ക്ക് ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കൊന്നും പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയാണ്. അതൊരിക്കലും മന്ത്രിസഭയെ ബാധിക്കുന്ന ഒരു ഘടകമായി മാറത്തില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. അങ്ങനെ തന്നെ ആയിരിക്കണം. അതൊരിക്കലും അതാ ജില്ലക്കാരൻ, നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ജില്ലക്കാരൻ മന്ത്രിയായാലും ആ ജില്ലയ്ക്ക് വാരിക്കരി കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതെ, സംസ്ഥാനത്തെ ഒന്നായി കണ്ട്, പിന്നെ അവരുടെ മണ്ഡലം കേരളമാണ്. അതെ, അവർ ഒന്നായി കണ്ടുകൊണ്ട് അവർ കൃത്യമായ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക, എല്ലാ മണ്ഡലത്തിനെയും ഒരുപോലെ കാണുക. എന്തായാലും ഭരണം മുന്നോട്ട് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഈ മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യത വളരെയുണ്ട്. ഒരിക്കലും UDF മന്ത്രിസഭ സമീപകാലങ്ങളിൽ വന്നിട്ടുള്ളത് അഴിച്ചുപണി ഇല്ലാതെ പോയിട്ടില്ല. അത് പണ്ട് പോലെ ഉള്ളതാണ് പരിപാടിയാണ്. അത് ഏത് മന്ത്രിസഭയാണെങ്കിലും ശരി, കരുണാകരന്റെ ആണെങ്കിലും ശരി, ആന്റണിയുടെ അതിൽ വിചിത്രമായ ഒരു അഴിച്ചുപണി ഉണ്ടായത് ഈ കരുണാകരന്റെ 82 മന്ത്രിസഭ 86 അദ്ദേഹം അങ്ങ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തലെന്ന് പറഞ്ഞു. പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പം ഈ ഇരിക്കുന്ന പല മന്ത്രിമാരും പാഴുകളാണെന്നുള്ള അർത്ഥം വരുന്ന രീതിയിലായി പോയത്. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം വയലാർ രവി ആഭ്യന്തര മന്ത്രി സ്ഥാനം മാറി കൃഷി മന്ത്രിയാക്കി. ഇങ്ങനെ പലരെയും മാറ്റി. വയലാർ രവി അവർ രാജിവെക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ചെയ്തതായിരിക്കാം. എന്തായാലും കരുണാകരൻ അന്ന് മനസ്സിലായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നാലും ആഭ്യന്തരം കൂടെ കയ്യിലിരുന്നിട്ടേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, എല്ലാ വകുപ്പിലും ഇടപെടാമെങ്കിൽ പോലും വയലാർ രവി ശക്തനായ നേതാവാണല്ലോ. അപ്പം അദ്ദേഹം നല്ല ശക്തനായ ആഭ്യന്തര മന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പം പിന്നെ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ മാത്രമേ അന്നാണെന്ന് തോന്നുന്നു ഈ പ്രതിച്ഛായ എന്നുള്ള വാക്ക് എനിക്ക് പക്ഷേ ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കിയത് അല്ലേ? അതിനുശേഷമാണ് പിന്നീട് വന്ന ഒരു വാക്കായിരുന്നു തിരുത്തൽവാദി. അപ്പൊ കോൺഗ്രസ് നമുക്ക് സമൂഹത്തിന് സംഭാവന നൽകിയ ചില വാക്കുകളാണ് ഇതൊക്കെ, ഈ പ്രതിച്ഛായയും തിരുത്തൽവാദവും ഒക്കെ. എന്താണെങ്കിലും എല്ലാ ജില്ലകൾക്കും മന്ത്രിമാർ എന്നുള്ള ഒരു സങ്കല്പം മിക്കപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ പേരും, ഇപ്പം പത്തനംതിട്ടയിലെ പഴകുളം മധു മന്ത്രിയാകുമെന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് KCയുടെ സ്വന്തം ആളെന്നുള്ള നിലയിലാകുമായിരുന്നു എന്നൊരു, പക്ഷേ അവിടെയും സാമുദായിക സന്തുലനാവസ്ഥ താളം തെറ്റും. അതാണ് അവിടെയും സംഭവിച്ചു പോയത്. ഇപ്പം VT ബലറാമിന് പോലും കിട്ടാതെ പോയത് അങ്ങനെയാണ്. മാത്രമല്ല ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്യാബിനറ്റ് റാങ്കിലേക്ക് 2 പേരുണ്ടെന്നുള്ളതാണ്. സിദ്ദിഖുണ്ട്, അതേസമയം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ അത് ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കാറുള്ള കോൺഗ്രസിലെ മുസ്ലിങ്ങളായ നേതാക്കൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ ലീഗിന് 4-5 അല്ലെങ്കിൽ മന്ത്രിമാർ ഇതൊക്കെ പദവിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ അത് ആനുപാതികമായി ഇവരെ എണ്ണം കുറയ്ക്കും. ഒരാൾക്ക് തന്നെ. ഇത്തവണ അക്കാര്യത്തിൽ ഒരു ഉദാരമായ സമീപനം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും മന്ത്രിമാരില്ലാത്ത ജില്ലക്കാർ വിഷമിക്കേണ്ട, നിങ്ങൾക്കെല്ലാം മറ്റു മന്ത്രിമാരും നിങ്ങളുടെ കൂടി മന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങളുടെയാണ് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുക. കാരണം സതീശനായതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ വളരെ കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.